നമസ്കാരം. രുചിഭേദത്തിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പതിവ് തെറ്റിക്കുന്നില്ല. എന്നും ഒരു പുതുമ ആഗ്രഹിക്കുന്ന മലയാളീസിന് ഒരു പുതിയ വെറൈറ്റി ഡിഷുമായിട്ടാണ് നമ്മൾ അജിതയുടെ വരവ്. നമ്മളിവിടെ ഒരുപാട് കൂൺ കറികൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇറച്ചിക്ക് സാമ്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല വിഭവമാണ്. വളരെ പ്രോട്ടീനേഷ്യസ് ആണ്, ആരോഗ്യത്തിന് വളരെ നന്നായിട്ടുള്ളൊരു കൂണാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് വെച്ചാൽ കൂണും കാടമുട്ടയും കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു കറിയാണ്. ഇതിന് ഒരുപാട് ചേരുവകൾ വേണം, ഒരുപാട് മെനക്കെടവും വേണം. പക്ഷെ നല്ല ടേസ്റ്റുള്ള ഗുണമേന്മ ഉള്ള ഒരു ഫുഡാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്ക് അജിതയോട് ചോദിച്ച് മനസ്സിലാക്കാം. അജിത, തുടങ്ങാം. പുതിയൊരു യജ്ഞത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം ഇതിനാവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 10 കാടമുട്ട, പാൽക്കൂണ്, സവാള, 2 പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളി, കരിവേപ്പില, മല്ലിയില, മല്ലിപ്പൊടി, ഗരം മസാല പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് ചതച്ചു പൊടിച്ചത്, കടുക്, ഉപ്പ്, നെയ്യ്, തക്കാളി, ഉഴുന്നുപരിപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. നമുക്ക് നമ്മുടെ ഈ കൂടെ തന്നെ ഉള്ളിയും പച്ചമുളകും, ചെറിയ ഉള്ളി ഒരു 3-4 ഉള്ളിയുണ്ട്, അതും ചെറുതായിട്ട് നുറങ്ങിയിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, 2 പച്ചമുളക്. ഇത് വൈറ്റൊരു പരുവായിട്ടാണോ സവാള ഇടുക? അല്ല, ഇനി തക്കാളി എന്നിട്ട് ഇതെല്ലാം അരച്ചെടുക്കണം. ഓ, അതിന് വേണ്ടിയിട്ട്. അപ്പം തക്കാളി, ഒരു തക്കാളിയാണിത്, അതും കൂടെ ചേർക്കാം. നന്നായിട്ട് വരും. ഇനി ഉപ്പ് വെള്ളം ഇടുന്നോ? വെറുതെ വഴറ്റിയാൽ മതി. അപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ എടുത്തു. അതിൽ നമ്മൾ ആദ്യം ഇഞ്ചി ചേർത്തു. ഇഞ്ചിയുടെ കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ടു. അതൊന്ന് വഴറ്റി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും അതിൻ്റെ കൂടെ തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് സമം വഴറ്റിയെടുത്താണ് മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കണം. നല്ലൊരു പ്യൂരി പോലെ ഒരു പേസ്റ്റ് ആക്കണം. നന്നായിട്ട് വഴറ്റണം. അതോ ചെറുതായിട്ട് പച്ചമുളകൊക്കെ മാറിയത് അത്രയാവുന്നു. ഞാൻ ആലോചിക്കും ചെയ്തു ഇത്രയും ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ 2 സ്പൂൺ എണ്ണയിൽ എങ്ങനെയാണ് നടക്കുകയെന്ന്. പിന്നെ നെയ്യ് ഉള്ളതുകൊണ്ടൊരു വിശ്വാസമുണ്ട്, അത് പിന്നെ എന്തായാലും യൂസ് ചെയ്യുമല്ലോ. ഇത് എത്ര മിനിറ്റാണ് ഈ കാടമുട്ട വേവിക്കണ്ടേ? അത് 10 മിനിറ്റ്. 10 മിനിറ്റ്. അപ്പോൾ സാധാരണ നമ്മൾ മുട്ട വേവിക്കുമ്പോൾ അല്ലേ? എനിക്ക് ഏകദേശം അത് വയറ്റി തീരുമ്പോഴത്തേക്ക് ഇവിടെ മുട്ടയും നമുക്ക് വെന്ത് കിട്ടും. ഇതെവിടുന്നാ ഇങ്ങനെ എഴുതും കിട്ടിയതാണോ? ഇത് ചേച്ചി ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ചേച്ചിക്ക് നന്ദി നമുക്കിത് പറഞ്ഞു തന്നതിന്. അപ്പം എന്തുകൊണ്ട് ഇത് നല്ലൊരു എന്താ പറയുക അല്ലേ, നല്ല ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു ഫുഡെന്ന് പറയാം.
സാധാരണ കാടമുട്ട നാച്ചുറലായിട്ട് എല്ലാവരും യൂസ് ചെയ്യും. വളരെ കുറച്ച് പേരേ ഉള്ളൂ ഇത് കോഴിയും കാടമുട്ടയൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് രണ്ടും ശ്വാസമുട്ടലോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ശ്വാസകോശം സംബന്ധിച്ച് എന്ത് അസുഖത്തിനും നല്ലതാണ്. ഇത് ചായമല്ലേ ഒരു ഇതായി. ഇനി ഇത് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. 2 മിനിറ്റ് നമുക്കത് വച്ചേക്കൊന്ന് കൂളിംഗ് ആയി കിട്ടാനായിട്ട്.